വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസനത്തിന് കടൽ നികത്തി ഭൂമി കണ്ടെത്താനാണ് സർക്കാരിന്റെ തീരുമാനം. സ്വകാര്യ ഭൂമി ഏറ്റെടുക്കില്ല. 77.17 ഹെക്ടർ വിസ്തൃതിയിലുള്ള ഭൂമി കടൽ നികത്തി കണ്ടെത്തും. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, അപ്പോൾ കടൽ നികത്തി ഭൂമി കണ്ടെത്തുക, അതാണ് തീരുമാനമല്ലേ? പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ വിഴിഞ്ഞം അടുത്ത ഘട്ടത്തിലുള്ള പാരിസ്ഥിതിക അനുമതി ലഭിച്ചത്. വലിയ തരത്തിലുള്ള പ്രതിസന്ധി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി അടുത്ത ഘട്ടം, പ്രത്യേകിച്ച് 2, 3, 4 ഘട്ടങ്ങൾക്കുള്ള അനുമതിയും നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ തുടങ്ങാമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചും അവർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഭാഗമായി 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഒന്നാമത്തെ കാര്യം ഈ പുലിമുട്ട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. അതാണ് ഈ ഭൂമി കണ്ടെത്തുന്നത് കടൽ നികത്തിയായിരിക്കും എന്നുള്ളത്. സ്വകാര്യ ഭൂമി ഏറ്റെടുക്കില്ല. നേരത്തെ ചില പ്രതിഷേധങ്ങളടക്കം ഉയർന്നിരുന്നു. വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ 1200 മീറ്റർ കൂടി ദീർഘിപ്പിച്ച് ആകെ 2000 മീറ്റർ ആക്കും. ഇതിന്റെ ഭാഗമായിട്ടുള്ള 30 ലക്ഷം TU വരെ വാർഷിക ശേഷിയുള്ള കണ്ടെയ്നർ യാർഡ് നിർമ്മിക്കാൻ ആവശ്യമായ 77.17 ഹെക്ടർ വിസ്തൃതിയിലുള്ള ഭൂമിയിലാണ് ഡ്രഡ്ജിങ്ങിലൂടെ കടൽ നികത്തി കണ്ടെത്തുക. ആദ്യഘട്ടത്തിൽ തുറമുഖ നിർമ്മാണത്തിനായി 63 ഹെക്ടർ ഭൂമി കടൽ നികത്തി വികസിപ്പിച്ചിരുന്നു. സമാനമായി അടുത്ത ഘട്ടത്തിലും അത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അക്കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. സ്മിത, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേർന്നത്.